ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഹൗ ടു ജോയിൻ ഡിക്കാത്തലോൺ പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് നല്ലൊരു റെസ്പോൺസാണ് വന്നിട്ടുള്ളത്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, എങ്ങനെ ജോയിൻ ചെയ്യാം, ഡീറ്റെയിൽസ്, വേക്കൻസീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു വീഡിയോ കണ്ടിട്ട് വന്നവർക്ക് ഇത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മളിതിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്: എലിജിബിലിറ്റി, വേക്കൻസി ആൻഡ് ജോബ് റോൾ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എലിജിബിലിറ്റി മെയിനായിട്ട് വരുന്നത് ഇതൊരു സ്പോർട്സ് കമ്പനിയാണ്. സോ സ്പോർട്സ് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നത്. സ്പോർട്സ് പാഷനേറ്റ് മീൻസ് സ്പോർട്സ് പേഴ്സൺ ആയിരിക്കണം, ലൈക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സ്പോർട്ട് ഉണ്ടായിരിക്കണം. ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്, ഡാൻസ്, വോട്ട് എവർ ഒരു സ്പോർട്ട് ഉണ്ടായിരിക്കണം. സെക്കൻഡ് തിങ്, ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷനിലും ക്വാളിഫിക്കേഷനിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്പോർട്സിന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ടും അപ്ലൈ ചെയ്യാം. തേർഡ് തിങ് വരുന്നത് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫ്രഷേഴ്സിനും ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോർത്ത് തിങ് വരുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എലിജിബിലിറ്റീൻ്റെ കാര്യത്തിൽ വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സെക്കൻഡ് നോക്കുന്നത് വേക്കൻസി ആണ്. വേക്കൻസീസ് എങ്ങനെ നമുക്കറിയാം? ഫസ്റ്റ് വരുന്നത് നിയറസ്റ്റ് ഉള്ള സ്റ്റോർ വിസിറ്റ് ചെയ്താൽ അവിടെ ജസ്റ്റ് അന്വേഷിച്ചാൽ അവരൊരു മെയിൽ ഐ ഡി തരും. അപ്പോൾ അതിലേക്ക് നമ്മൾ റെസ്യൂം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻസീസ് ഇപ്പോൾ കറൻറ്റ്ലി ഇല്ലെങ്കിലും പിന്നീട് വേക്കൻസീസ് വരുമ്പോൾ നിങ്ങളുടെ ഒരു റെസ്യൂമെ ആ ഒരു ജോബ് റോളിന് സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും. സെക്കൻഡ് വരുന്നത് ഗൂഗിളിലൊക്കെ എല്ലാ സ്റ്റോഴ്സിൻ്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെയിൽ ഐ ഡി ഷെയർ ചെയ്ത് തരും. അപ്പോൾ അതിലേക്ക് റെസ്യൂമെ അയച്ചാൽ മതി. തേർഡ് തിങ് വരുന്നത് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് ഇവിടെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. നാലാമതായിട്ട് വരുന്നത് ലിങ്ക്ഡിൻ പോലുള്ള ആപ്സിൽ നമ്മൾക്ക് ജോബ് വേക്കൻസീസ് വരുമ്പോൾ അത് അപ്ലോഡ് ചെയ്യണതായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് വേക്കൻസീസ് അറിയാൻ പറ്റണ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ തേർഡ് തിങ് നോക്കുന്നത് ജോബ് റോൾ ആണ്. നമ്മൾ ജോബ് റോൾ എന്താണ് അവിടെ വരുന്നത്? നമ്മൾ ഒരിക്കലും സെയിൽസ് സ്റ്റാഫ് എന്നല്ല പറയുന്നത്, സ്പോർട്ട് ലീഡർ എന്നാണ് നമ്മുടെ ജോബ് റോളിൻ്റെ പേര്. കാരണം നമ്മളൊരു സ്പോർട്സ് പാഷനേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്പോർട്ടിനെ പറ്റി നന്നായിട്ട് അവെയർ ആയിരിക്കും. നമ്മളൊരു ആ സ്പോർട്ട് ചെയ്യണതുകൊണ്ട് തന്നെ കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് വെറുതെ സെല്ലല്ല ചെയ്യണത്, ലൈക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നോളേജ് ഷെയർ ചെയ്യും, നമ്മൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ആ ഒരു സ്പോർട്ടിനെ പറ്റി ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നല്ല അവയർനെസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ ജോബ് റോളിനെ സ്പോർട്ട് ലീഡർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ലൈക്ക് സാലറി, ഇൻ്റർവ്യൂസ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യണതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.